അസ്സാം വലൈക്കും വറഹമത്തുള്ള. റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം കാഷ്വൽ ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാഷ്വൽ ടോക്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാബരി മസ്ജിദിനെ കുറിച്ചാണ്. കാഷ്വൽ ടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഇസ്മായിൽ കരിയാടാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സാം വലൈക്കും വറഹമത്തുള്ള. നമ്മൾ ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബാബരി മസ്ജിദ്. പലപ്പോഴും പറയാറുള്ളത് മതേതരത്വത്തിനേറ്റിട്ടുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് ഇതിൻ്റെ ധ്വംസനം എന്നുള്ളതാണ്. എന്താണ് ബാബരി മസ്ജിദിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറയാം? ബാബരി മസ്ജിദിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന് ഏറ്റ തിരിച്ചടി എന്നതിനേക്കാൾ അപ്പുറത്ത് അതിൽ ഞാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പദം അന്നത്തെ പ്രഗത്ഭനായ ഇന്ത്യയുടെ രാഷ്ട്രപതി KR നാരായണൻ്റെ വാക്കുകളാണ്. മഹാനായ മഹാത്മജിയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം എന്ന് പറയുന്നത്. ഒരു കാരണം, ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ഇത്രയേറെ ആഴത്തിൽ ഒരു വലിയ ന്യൂനപക്ഷത്തിന് മുറിവേറ്റ ഒരു സംഭവം ഒരുപക്ഷെ അതിന് മുമ്പ് വേറെ ഉണ്ടാവില്ല. ഇന്ത്യയുടെ വിഭജനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു മുറിവാണ്. അതിനുശേഷം ഏറ്റവും വലിയൊരു മുറിവാണ് ശരിക്ക് ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം എന്ന് പറയുന്നത്. അതായത് ഈ ബാബരി മസ്ജിദ് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരിക്കലും അതൊരു വിവാദമാക്കേണ്ട ഒരു മന്ദിരമല്ല. കാരണം ബാബറിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എവിടെയും അദ്ദേഹം ഒരു മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ച അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത ഒരു ചക്രവർത്തിയല്ല മുഗൾ ചക്രവർത്തിയായ ബാബർ. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനോ ഇസ്ലാമിക പ്രബോധനത്തിനോ ഒന്നുമല്ല, മറിച്ച് ഇവിടെയുള്ള ഹൈന്ദവ രാജാക്കന്മാരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്, അതുപോലെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ചർച്ചയിൽ ഇരിക്കുന്ന അയോധ്യയിലെ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് 1528 ബാബർ തൻ്റെ മന്ത്രിയെ കൊണ്ട് അവിടെ പണിയിക്കുന്ന പള്ളിയാണ്. അവിടെ ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങോ ഒന്നുമില്ല, അങ്ങനെ ഉണ്ടാവുകയില്ല. അതിന് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി പണിയുന്നത് ഒരു നിശ്ചിതമായ നിയമമുണ്ട്. അത് ഏതെങ്കിലും ഒരാളുടെ പാർപ്പിടം നശിപ്പിച്ചുകൊണ്ടാവരുത്, അന്യ സമുദായങ്ങളുടെ ആരാധനാലയം നശിപ്പിച്ചുകൊണ്ടാവരുത്, അന്യായമായി പിടിച്ചെടുത്ത ഭൂമിയിൽ പോലും ആകരുത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു മുസ്ലിം പള്ളി ഒരു ക്ഷേത്രം പൊളിച്ചുകൊണ്ട് സ്ഥാപിക്കില്ല. ഈ പള്ളി യഥാർത്ഥത്തിൽ 1528 അത് അവിടെ സ്ഥാപിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 1578 എന്ത് ചെയ്യുന്നത്, ഏകദേശം ഒരു 40-50 വർഷം കഴിഞ്ഞിട്ടാണ് വിവാദം ഉണ്ടാക്കുന്നത്. ആ വിവാദം തന്നെയും പള്ളിയുമായോ ക്ഷേത്രവുമായോ ബന്ധപ്പെട്ടല്ല, പ്രാദേശികമായി ഉണ്ടായ ഒരു വർഗീയ കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായി ബാബരി മസ്ജിദിനെതിരായിട്ട് ഈ ആരോപണം വരുന്നത്. ബാബരി മസ്ജിദ് പണിതിട്ട് അതിൻ്റെ ശേഷം പതിറ്റാണ്ടുകൾ ആ നാട്ടിൽ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഒരു രാമക്ഷേത്രത്തിൻ്റെ കഥ അവിടെ ഇല്ല. പിന്നീട് ആ കേസിങ്ങനെ തുടർന്നു പോന്നു. 932 തോന്നുന്നു ബ്രിട്ടീഷ് കോടതി അത് വിധി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഇത്തരം നിയമ വ്യവഹാരങ്ങൾ നടത്താൻ പാടില്ലെന്നാണ് അന്നത്തെ ഈ ബ്രിട്ടീഷ് കോടതിയുടെ വിധി. പിന്നീട് 949 എന്ത് ചെയ്യുന്നത്, ഈ വിഗ്രഹം, ഒരു രാമ വിഗ്രഹം പള്ളിക്കുള്ളിൽ കൊണ്ടുപോയി വെക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് അന്നത്തെ UP മുഖ്യമന്ത്രി ഇത് വിളിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ വിഗ്രഹം എടുത്തിട്ട് സരയൂ നദിയിലേക്ക് എറിയാൻ. കാരണം ഇത് ഇന്ത്യയുടെ നാശത്തിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് അന്ന് തന്നെ വിഗ്രഹത്തെ സരയൂ നദിയിൽ എടുത്തെറിയണമെന്ന് ഇന്ത്യയുടെ ശില്പിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കായിരുന്നു. പക്ഷെ അത് പിന്നീട് ചില ഉദ്യോഗസ്ഥന്മാരുടെ, അതിൽ മലയാളികളായ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഉണ്ട്, അവരുടെ കുൽസിതമായ ശ്രമമാണ് ഇത്രയേറെ വിഭാഗിയാക്കിയത്. ഇനി ഇത് അധികം കോടതി വ്യവഹാരങ്ങളായിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ 1980 അവസാനത്തിൽ ഈ സംഘപരിവാർ ശക്തികൾക്ക്
രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് ഒരുപാട് ശ്രമങ്ങൾ പോലും നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി വെക്കിയിട്ടുണ്ട്. ആ വർഗീയ കലാപങ്ങൾ വേണ്ടത്ര ക്ലച്ച് പിടിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ 947 മുതൽ 990 വരെ ഏകദേശം 16,500-ലേറെ കലാപങ്ങൾ ഇന്ത്യയിൽ ഇവർ നടത്തുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, ക്ലച്ച് പിടിച്ചില്ല. അവിടെയാണ് മതവിശ്വാസം എന്ത് ചെയ്യാൻ തീരുമാനിച്ചത്, അധികാരത്തിലേക്കുള്ള വഴിയായി സ്വീകരിക്കും. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാമായണ സീരിയൽ ഉണ്ടാക്കുകയും അതിൻ്റെ ശേഷം രാമജന്മഭൂമി മൂവ്മെൻ്റ് ഉണ്ടാക്കുകയും അദ്വാനി സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര തുടങ്ങുകയും അതിൻ്റെ പരിണിതിയാണ് അവസാനം 992 ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിലെത്തുന്നത്. ഇവിടെ നമുക്ക് എപ്പോഴും ഓർമ്മിപ്പിക്കാനുള്ളത്, ഇപ്പോൾ 2019 സുപ്രീം കോടതി വിധി വന്നു, ഭൂമി ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കോടതി വിധികളെക്കുറിച്ച് വേറെ ചർച്ച ചെയ്യേണ്ട. പക്ഷെ നമ്മൾ എന്തിന് ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ ചരിത്രത്തെ വ്യഭിചരിക്കുക എന്നത് സംഘപരിവാരും ഫാസിസ്റ്റ് ശക്തികളും ഉണ്ടാക്കുന്ന ഒരു അജണ്ടയാണ്. ഒരു 990-കളിലൊക്കെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ചർച്ച, എന്തിനാണ് ഈ ബാബരി മസ്ജിദിന് വേണ്ടി കുഴപ്പമുണ്ടാക്കുന്നത്, അവിടെ പണ്ടെങ്ങോ നിസ്കാരം നിർത്തിയതല്ലേ, പിന്നെ എന്തിനാ കുഴപ്പമെന്നാ. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ 949 ഡിസംബർ 22 ഈ വിഗ്രഹം അവിടെ വെക്കുന്ന അന്ന് രാത്രി ഇശാ ജമാഅത്തിന് അവിടെ നിസ്കാരം നടന്നിട്ടുണ്ട്. അന്ന് വരെയും നിസ്കാരം നടന്ന്, അതിനുശേഷമാണ് പള്ളി പൂട്ടേണ്ടി വന്നത്. പക്ഷേ 90-കളാകുമ്പോഴത്തേക്ക് അവിടെയുള്ള പ്രചരണം എന്താ, അങ്ങനെ അവിടെ നിസ്കാരമൊന്നും ഉണ്ടായില്ല, വർഷങ്ങളായി പൂട്ടിയിട്ട പള്ളിയാണ്. ഇതേ ചർച്ച ഇനി വരാൻ പോകണം എന്തറിയോ, ഇപ്പോൾ രാമക്ഷേത്രമൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, വിശ്വസിക്കൂല, അത് നിഷേധിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ചരിത്രം മറന്നു പോവുക എന്നത് ഇന്ത്യയുടെ നാശത്തിലേക്കായിരിക്കും. ആ കോടതി വിധിയിലേക്ക് പോകുമ്പോൾ കോടതി വിധിയിൽ പറയുന്നൊരു കാര്യം, അത് അങ്ങനെ അന്യായമായി നിർമ്മിക്കപ്പെട്ടതല്ല എന്ന് പറയുന്നുണ്ട്. അതെ, അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വിധിയിലേക്ക് വരുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അല്ല, യഥാർത്ഥത്തിൽ കോടതി ഒരു മധ്യസ്ഥൻ്റെ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞല്ലോ, ഒരു കുഴപ്പമില്ലാതിരിക്കാൻ ആ ഡ്യൂട്ടി സത്യത്തിൽ കോടതിയെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. കോടതി ശരിക്ക് അവർക്ക് ഇടപെടേണ്ടതില്ലാത്തൊരു മേഖലയിൽ ഇടപെട്ടുകൊണ്ടാണ് ആ വിധി പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ പറയണത്, ബാബരി മസ്ജിദ് എന്ന പള്ളി അവിടെ ഉണ്ടായിരുന്നു, പള്ളി ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്നതിന് യാതൊരു തെളിവും ഇല്ല, പള്ളി പൊളിച്ചത് തെറ്റാണ്, ക്ഷേത്രം ഉള്ളതിന് തെളിവില്ല. എന്നാലും എന്ത് ചെയ്തോട്ടെ, ഭൂമി ക്ഷേത്ര ട്രസ്റ്റിന് വിട്ടുകൊടുത്തട്ടെ. എന്തിനാണ്? അത് പിന്നീട് പറഞ്ഞു, നാട്ടിൽ കുഴപ്പമില്ലാതിരിക്കാനാണ്. ഇങ്ങനെ പോയാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ തന്നെ തകർന്നു പോകുന്ന അവസ്ഥ വരും. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം കുഴപ്പമുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് കോടതി വിധികൾ വരാൻ തുടങ്ങിയാൽ അപകടം. സത്യത്തിൽ 2019 സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ തന്നെ പ്രയാസകരമായ ഒരു അധ്യായമാണ്. അത് ശരിക്കും കോടതി വിധി എന്നതിലല്ല, അതിനപ്പുറത്തൊരു മധ്യസ്ഥ തീരുമാനം എന്ന രൂപത്തിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം നിയമപരമായിട്ട് രാജീവ് ധവാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ സുപ്രീം കോടതിയിലെ ബാബരി മസ്ജിദിന് വേണ്ടി വാദിച്ച രാജീവ് ധവാൻ അന്ന് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കോടതി വിധി ഒരിക്കലും എന്തല്ല, ഒരു നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അതൊരു യഥാർത്ഥ വിധിയാണെന്ന് പറയാൻ കഴിയില്ല. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിരുന്നു ബാബരി മസ്ജിദിനൊപ്പം, അല്ലെങ്കിൽ അത് തകർക്കണം എന്നുള്ള ഒരവസ്ഥയിൽ നിന്നിട്ടുണ്ടായിരുന്നത്? അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? അല്ല, ഈ ബാബരി മസ്ജിദ് യഥാർത്ഥത്തിൽ അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറിഞ്ഞോ അറിയാതെയോ ചതിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. കാരണം 1989 ഇന്ത്യയിൽ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ, ഇന്ദിരാഗാന്ധി മരിച്ചു, അതിൻ്റെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഇന്ത്യയിൽ 2 സീറ്റാണ് BJPക്കുള്ളത്. പക്ഷെ പല പ്രചരണങ്ങളിലൂടെ അവർക്ക് സെക്യുലർ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാൻ കഴിയും. അവരുടെയൊക്കെ സഹായത്തോടുകൂടി ഇവരെന്ത് ചെയ്തു, 89 സീറ്റുകളുള്ള വലിയൊരു കക്ഷികളായി തീർന്നു. സത്യത്തിൽ ഈ മൂവ്മെൻറ്റിൽ എന്തുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഇന്ത്യയിലെ ജനതാ പരിവാർ പ്രസ്ഥാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഉത്തരേന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് വരെ തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം അവരൊക്കെ ഈ മൂവ്മെൻറ്റിന് അനുകൂലമായിരുന്നു. കോൺഗ്രസ് വിരുദ്ധ ഒരു രാഷ്ട്രീയത്തിന് ഇതായിരുന്നു. ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ജനതാ പരിവാറുകളുടെയും അവസ്ഥ. അതേ സ്ഥാനത്ത് കോൺഗ്രസ്സിന് ഈ 90-കളിലെ ഹിന്ദുത്വ മൂവ്മെൻറ്റ്
എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഈ ബാബരി രാമജന്മഭൂമി മൂവ്മെൻറ്റ് ഇത് തീവ്ര ഹിന്ദുത്വ മൂവ്മെൻറ്റ് ഇവർ തുടങ്ങിയപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു? ഹിന്ദി ബെൽറ്റിൽ പിടിച്ചു നിൽക്കാൻ അന്ന് മുതൽ തന്നെ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കാൻ തുടങ്ങി എന്നുള്ളതുപോലെ. അതിൻ്റെ ഭാഗമാണ് 1987-6 പിന്നെ ശിലാന്യാസത്തിന് രാജീവ് ഗാന്ധി അനുവാദം കൊടുക്കുന്നു. പിന്നെ ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് നരസിംഹറാവു മിണ്ടാതിരിക്കുന്നു. പിന്നെ രഥയാത്ര തടയാൻ കോൺഗ്രസ് സർക്കാരുകളൊന്നും മുന്നോട്ട് വരാതിരിക്കുന്നു. അന്ന് VP സിംഗ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ലാലു പ്രസാദ് യാദവാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിരോധിക്കുന്നത്. ഗുജറാത്തിലന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിനാണ് ഇത് തുടങ്ങുന്നത്. നിരോധിക്കാമായിരുന്നു. അദ്വാനി തുടങ്ങുന്നത് നിരോധിക്കാമായിരുന്നു. അത് നിരോധിക്കാൻ തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അന്ന് പറ്റിയ തകരാറ്, ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചാൽ തങ്ങളുടെ അധികാരം നിലനിർത്താം എന്ന ഒരു വ്യാമോഹം ഉണ്ടായി. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്തു? സംഘപരിവാർ ഏരിയയിലേക്ക് പോയി. സെക്യുലർ കാഴ്ചപ്പാടുള്ള ആളുകൾ ഇവർ മൃദു ഹിന്ദുത്വത്തിലാണ്, അതുകൊണ്ട് ഇവരെ കൈവിട്ടു. ഇന്ത്യയിലെ മതേതര വോട്ടുകൾ മുഴുവൻ സ്പ്ലിറ്റായി. ഇത് അവസാനം ഒരു ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ മതേതരത്വ കാഴ്ചപ്പാട് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് ഇതെത്തിച്ചു. അതിന് തുടക്കം കുറിച്ച് സത്യത്തിൽ ഈ രാമായണ സീരിയലും വൈകാരികമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തി. ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ തുടർച്ച തന്നെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പ്രതിഷ്ഠ നടക്കുന്ന ഒരു വേളയിൽ കോൺഗ്രസിന് ഇതേപോലെ മുമ്പ് രാഷ്ട്രീയ കുഴപ്പം ഉണ്ടാവുകയും പിന്നീട് അത് നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്ന സമയത്തും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് പലയിടങ്ങളിലും അസ്വസ്ഥരാണ്, നേതാക്കൾ പോലും അസ്വസ്ഥരാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അന്നത്തെ ഒരു വിഡ്ഢിത്തത്തിൻ്റെ ഒരു അനന്തരഫലം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അതിലെന്താ പറഞ്ഞാൽ ഈ ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ച് UP, പിന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇവിടെയൊക്കെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു തെറ്റായ ധാരണ ഇന്നും ഉണ്ട്. ഇപ്പോൾ കമൽനാഥിന് എന്ന് പറഞ്ഞാൽ പിന്നെ മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെയാണ് BJPയെ പരാജയപ്പെടുത്താൻ കഴിയുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നും അത്ര പക്ഷെ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നാശത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഇവർ പറഞ്ഞെന്താ, ഇവിടെ രാമജന്മഭൂമി രാമക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ വക്താക്കൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് പ്രചരണം നടത്തുന്നത്. അങ്ങനെയാകുമ്പോൾ മറ്റവർക്ക് എന്ത് ചെയ്തു? ഈസി വാക്ക് ഓവറായി. ഇത് ശരിക്കും ഇന്ത്യയിലെ സെക്യുലർ രാഷ്ട്രീയ പാർട്ടികൾ ഈ വേളയിലെങ്കിലും ഇത് പഠിച്ചില്ല എങ്കിൽ, ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി ഇന്ത്യയിൽ മതേതരത്വത്തിന് നിലനിൽപ്പുണ്ടാവില്ല. ഒരു പ്രോവേഷനും ഒരു ലൈറ്റ് വേഷനും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണ് അത്രേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണ് വേണ്ടത്, അത് മൃദു വേണോ തീവ്രം വേണോ എന്നുള്ള തർക്കമായിരിക്കും. ആ തർക്കത്തിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സെക്യുലറിസ്റ്റുകൾക്ക് താല്പര്യമില്ല, അവർ നിരാശരാണ്. പിന്നെ വേറൊന്നെന്താ പറഞ്ഞാലേ, ഇപ്പോൾ ഈ രാമജന്മഭൂമി ഈ രാമക്ഷേത്രം പണിയുന്നതിൽ അതിൽ വേദനിക്കുന്നത് മുസ്ലിങ്ങളല്ല, ഇന്ത്യയിലെ കോടിക്കണക്കിന് ഹിന്ദുക്കൾ അതിൽ ദുഃഖിതരാണ്. അവർ ദുഃഖിതരാവുന്ന എന്താ വെച്ചാൽ രാമക്ഷേത്രം പണിയണ്ടെന്ന് വെച്ചിട്ടല്ല, രാമനെ ആരാധിക്കണ്ട എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അവരൊക്കെ വേദനിക്കുന്നത് ഒരു പള്ളി പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം പണിതാൽ അവിടെ ഒരു ദൈവിക ചൈതന്യം ഉണ്ടാവില്ല. സത്യത്തിൽ അതാണല്ലോ, ഒരു ദൈവിക ചൈതന്യം എന്ന് പറയുന്നത് വേറൊരാളുകൾ ആക്രമിച്ചിട്ട് അവിടെ ദൈവിക ചൈതന്യം ഒരു മതത്തിനും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സെക്യുലർ ചിന്തയുള്ള ഹിന്ദുക്കൾ ദുഃഖിതരാണെന്ന്. ഈ 22-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ എന്തുകൊണ്ട് മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ അതുമായി സഹകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ രാമനോട് ഭക്തി ഇല്ലാത്തതുകൊണ്ടല്ല, ആരാധന വേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് ഇതൊരു അക്രമമാണ് എന്ന തിരിച്ചറിവാണ്. ആത്മീയ ചൈതന്യം ഉണ്ടാവില്ല. ഇല്ല, കാരണം അക്രമത്തിൽ എവിടെയാ ദൈവിക ചൈതന്യം ഉണ്ട്? ഏത് മതത്തിലാണെങ്കിലും എങ്ങനെ ചൈതന്യം ഉണ്ടാവുക? അതുണ്ടാവില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ശങ്കരാചാര്യന്മാരൊക്കെ മാറി നിൽക്കുന്നത്. ഇപ്പം ശങ്കരാചാര്യന്മാർ മാറിയിരുന്നു. കേരളത്തിലെ തന്നെ എത്രയോ ബുദ്ധിജീവികളായ ആളുകൾ തുറന്ന് പറയാൻ തുടങ്ങി, ഇതിൽ എന്തില്ല, ദൈവികമായ ചൈതന്യമില്ല. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട്, ലോകത്തെവിടെയും ഈ രാഷ്ട്രീയക്കാർ മതത്തെ കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ പുരോഹിതന്മാർ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ ആ നാട് നശിക്കും. അത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന യൂറോപ്പിൻ്റെ ചരിത്രം അതാ. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ പുരോഹിതന്മാർ ഭരണകൂടത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ വിജ്ഞാന മേഖലയിൽ പോലും പുറകോട്ട് പോയി.
ഇന്ത്യ നേരിടാൻ പോകുന്ന ദുരന്തവും അത് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. ശാസ്ത്രീയപരമായ കാര്യങ്ങൾ മാറ്റി നിർത്തി മറ്റുള്ള പലതും വരാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ബാബരി മസ്ജിദായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് പോലും ചില പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ. അതിലിപ്പോൾ ഈ മുസ്ലിം രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങളുടെ ഒരു അപജയം എന്ന് വേണമെങ്കിൽ പറയാം. ബാബരി മസ്ജിദ് എന്ന് പറയുന്നൊരു പള്ളി മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. പക്ഷെ അത് ഒന്നിച്ച് നേരിടാൻ ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ 3 കമ്മിറ്റികളുണ്ടായിരുന്നു. 3 വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസമുള്ള 3 കമ്മിറ്റികൾ ഒരു പള്ളി സംരക്ഷിക്കാനുണ്ടായിരുന്നു. അതേ ദുരന്തം തന്നെയാണ് കേരളത്തിൽ സംബന്ധിച്ച്. അന്ന് പക്ഷേ മുസ്ലിം ലീഗ് എടുത്ത ഈ സ്റ്റാൻഡ് വളരെ കൃത്യമായിരുന്നു. കാരണം പിന്നെ ബാബരി മസ്ജിദ് സത്യത്തിൽ BJP സംഘപരിവാർ പൊളിക്കാൻ ഉദ്ദേശിച്ചതല്ല പള്ളി. അത് പിന്നീട് സംഘപരിവാർ നേതാക്കൾ പലരും പറയുന്നുണ്ട് നിയന്ത്രണാതീതമായി വെച്ച് ഇതിങ്ങനെ കത്തിച്ച് നിർത്തലായിരുന്നു ലക്ഷ്യം. കത്തിച്ച് നിർത്തി വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇത് പൊളിച്ചു. അന്ന് അവർ കരുതിയിരുന്നത് ശരിക്കും അവിടെ ഒരു ബോംബ്, ഒരു വെടിവെപ്പ് ഉണ്ടാവും, ആയിരക്കണക്കിന് കർസേവകർ മരിക്കും, അതോടുകൂടി ഈ കർസേവകരുടെ രക്തസാക്ഷിത്വം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്ത്യ കത്തിക്കാം, ഇതായിരുന്നു പ്രതീക്ഷ. പക്ഷേ എങ്കിൽ പോലും ബാബരി മസ്ജിദ് പൊളിച്ചിട്ടും ഇന്ത്യ കത്തി. ബോംബെയിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ നഗരങ്ങളിലൊക്കെ എന്ത് ചെയ്തു, വമ്പിച്ച വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ കേരളത്തിൽ എന്ത് ചെയ്തു, അത് ഒരു പ്രയാസവും ഇല്ലാതെ അതിനെ അതിജയിക്കാൻ കേരളീയർക്ക് സാധിച്ചു. അതിൽ മുസ്ലിം ലീഗിൻ്റെ നയം എന്തൊക്കെ ആ പാർട്ടിയോട് നമുക്ക് എതിർപ്പുണ്ടായാലും ഇല്ലെങ്കിലും ശരി, അന്ന് മുസ്ലിം ലീഗ് എടുത്ത നിലപാട് അത് 100% ശരിയായിരുന്നു. കാരണം അന്ന് കരുണാകരൻ്റെ മന്ത്രിസഭയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്, കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ. പലരും പറഞ്ഞത് വൈകാരികമായി ചിന്തിച്ചുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുപോരണം, എന്നിട്ട് പിന്നെ മുസ്ലിം സത്വത്തിന് വേണ്ടി വാദിക്കണം എന്നൊക്കെയാണ്. അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇവിടെ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ബോംബെ കത്തിയതുപോലെ കേരളം കത്തുമായിരുന്നു. സത്യത്തിൽ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് 100% സെക്യുലർ കേരളം സംരക്ഷിക്കുന്നതിന് നല്ല പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ബാബരി മസ്ജിദ് കത്തിച്ച് നിർത്തുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലുള്ള ഒരു ചിന്തയായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള പ്രയത്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി, അവിടെ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം വരുന്നതോടുകൂടി അവരുടെ ഒരു ആവനാഴിയിലെ ഒരു അമ്പ് തീർന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇനി അതിൻ്റെ പുതിയ പുതിയ മൂവ്മെൻറ്റ് തുടങ്ങുള്ളൂ. ഇപ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദ് അത് കേസ് കോടതിയിൽ അതിൻ്റെ വ്യവഹാരം പാടില്ല എന്നൊരു കാലത്ത് കോടതി വിധിച്ചതാണ്. ബാബരി മസ്ജിദിൻ്റെ വിധിയോടുകൂടി എന്ത് ചെയ്തു, അത് മാറി അലഹബാദ് ഹൈക്കോടതി എന്ത് ചെയ്തു, അവിടെ സർവേ നടത്താനുള്ള അനുവാദം കൊടുത്തു. ഇനി ഇതൊരു അടുത്ത പള്ളിയിലേക്ക് നീങ്ങും. സത്യത്തിൽ നിങ്ങൾ നോക്കൂ, ഈ 1990കളിൽ ആരാധനാലയ സംരക്ഷണ ബില്ല് പാസ്സായതാണ്. അതായത് 947 ഇന്ത്യയിലെ ഒരു ആരാധനാലയം ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അതുപോലെ നിലനിർത്തണം. ഇതാണ് ആരാധനാലയം. ബാബരി മസ്ജിദിനെ മാറ്റി നിർത്തി, അത് വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബാക്കി എല്ലാ പള്ളികൾക്കും അമ്പലങ്ങൾക്കും ചർച്ചുകൾക്കും ഒക്കെ ബാധകമാണ്. പക്ഷെ അങ്ങനെ നിയമം ഉള്ള ഒരു ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാൻവാപ്പി മസ്ജിദിൽ സർവേ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഹൈക്കോടതി അനുവാദം നൽകുന്നത്. ഇതെന്താ കാണിക്കുന്നത്, ഈ മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇവിടെയുള്ള സെക്യുലർ പാർട്ടികൾക്ക് എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടാൽ അടുത്ത ഘട്ടം ഇനി ആരംഭിക്കാൻ പോകുന്ന ഇതൊരിക്കലും പലരും വിചാരിക്കുന്ന പോലെ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമുള്ളൊരു മൂവ്മെൻ്റ് അല്ല. ഇനി ഇത് മറ്റുള്ളവർക്ക് നേരെ നീങ്ങും. ഇത് ഹിന്ദുക്കളിലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആദിവാസികൾക്കും അതുപോലെ തന്നെ ദളിതർക്കും എതിരെയൊക്കെ ഇത് നീങ്ങും. ഇത് ആദ്യത്തെ ഇര മുസ്ലിങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് മുസ്ലിം ആരാധനാലയങ്ങളിൽ വെച്ച് തുടങ്ങുന്നു. ഇത് ബാബരി മസ്ജിദ് കൊണ്ട് എന്തില്ല, ഒരു രാമക്ഷേത്രം 22-ാം തീയതി അവർ എന്ത് ചെയ്യും, അത് തന്നെ ഇപ്പോൾ ശങ്കരാചാര്യന്മാർ അതിൽ നിന്ന് വിട്ടുവെക്കാനൊരു കാരണമുണ്ടല്ലോ, പൂർത്തിയായിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല. മാത്രമല്ല ഒരു ക്ഷേത്ര ആരാധനാ മുറകളും പാലിക്കാതെ ഒരു ഭരണാധികാരിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഒരു പുരോഹിതൻ അപ്പുറത്തേക്ക് പോയി, അതായത് മതം രാഷ്ട്രീയക്കാർ കയ്യിലെടുക്കാൻ തുടങ്ങി. ഇതിപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഒരു പ്രശ്നം വേറെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുൽവാമ അക്രമമായിരുന്നു വലിയത്. സത്യപാൽ മാലിക് എന്ത് ചെയ്തു, അതിൻ്റെ എല്ലാ കളത്തരങ്ങളും പുറത്തുകൊണ്ടുവന്നു. ഇനി അങ്ങനെ ഒന്നും നടത്താനുള്ള അവസരമില്ല. എന്നാൽ പോലും പലരും സെക്യുലറായ ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട്,
രാമക്ഷേത്രത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതെന്ത് ചെയ്യും? ഒരു വലിയ കലാപമായിട്ട് കൊണ്ടുവരും. എന്നിട്ട് ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. മറ്റൊരു വിഭജനത്തിലേക്ക് പോകാനുള്ള ഒരു വിഭജനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു മുസ്ലിം ഡീവിയേഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ഇത് മാത്രമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 24-ലെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ചെയ്തു കൊടുത്തിട്ടൊരു വികസനത്തൊന്നും പറയാനില്ല. വിലക്കയറ്റമാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ശരി, ഒന്നും വിജയിച്ച് പറയാനില്ല. പിന്നെ എന്തേ ഉള്ളൂ? മതം. ഒരു ശത്രുവിനെ കാണിച്ച് ഭൂരിപക്ഷ വോട്ട് തട്ടുക. ഇത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതെല്ലാ കാലവും തുടർന്നുകൊണ്ടിരിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ സെക്യുലർ ശക്തികൾ എന്ന് ബൗദ്ധികമായിട്ട് വരുന്നോ അപ്പോഴേ ഇതിവിടെ അവസാനിക്കുള്ളൂ. ഇതിൽ ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിഷ്കളങ്കരായി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നിഷ്കളങ്കരായിട്ട് രാമക്ഷേത്രമാണ് വരുന്നത്, ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ പേരെടുത്ത് പറയുന്ന ഗായിക ചിത്രയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്കെതിരെ വല്ലാതെ അക്രമം പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള നിലപാടുകൾ. ഒന്ന്, അവരുടേത് പറഞ്ഞോട്ടെ. രണ്ടാമത്തേത് അവരോട് തിരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ നിലപാട് അവരെ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ പ്രയാസപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ ഏത് നിലപാടാണ് വിശ്വാസി സ്വീകരിക്കേണ്ടത്? ഇതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പലരും തെറ്റിദ്ധരിച്ചൊരു സംഗതി എന്താ അറിയോ? ഇപ്പം രാമക്ഷേത്രത്തിന് മുസ്ലിങ്ങളെതിരാണ്, ക്ഷേത്രം പണിയുന്നതിന് മുസ്ലിങ്ങളെതിരാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് ഉണ്ട്. ഇവിടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഇന്ത്യയിൽ അല്ല ലോകത്തെവിടെയും ഒരു ക്ഷേത്രം, ഒരു ക്രൈസ്തവ ദേവാലയം, അല്ലെങ്കിൽ ഒരു ബുദ്ധ സെനഗോഗിൽ അല്ല ജൂത സെനഗോഗിൽ ഇതുണ്ടാകുന്നതിന് മുസ്ലിങ്ങൾ എതിര് നിൽക്കുകയേയില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് വളരെ മർമ്മപ്രധാനമാണ്. ഈ തൗഹീദ് ഷിർക്കിനെ, ബഹുദൈവ ആരാധനയെ ശക്തമായി എതിർക്കുന്ന അതേ സമയത്ത് തന്നെ ഇത് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവകാശം വകവെച്ചു കൊടുക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ നമുക്ക് കാണാമല്ലോ. അബുദാബിയിൽ ഇപ്പോൾ ക്ഷേത്രമുണ്ട്. അബുദാബി മാത്രമല്ല, ഇപ്പം നിങ്ങൾ നോക്കൂ, ഈജിപ്ത് നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം രാഷ്ട്ര. അവിടെയാണ് പല ക്രിസ്ത്യൻ സഭകളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രം. ഇറാഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതലേ മുസ്ലിം രാഷ്ട്രമാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ സഭയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഭാഗത്തെ ആരാധനാലയങ്ങളിൽ നിന്ന് തടയാൻ പാടില്ല. ഇപ്പോൾ രാമക്ഷേത്രം ഉണ്ടാകുന്നതിൽ ഹിന്ദു സുഹൃത്തുക്കൾ സന്തോഷിക്കുന്നു. ആ സന്തോഷിക്കുന്നതിന് ഒരു വിഷമമില്ല. പക്ഷേ ഇവിടെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഒരു പള്ളി പൊളിച്ചിട്ട് പണിയുന്ന ക്ഷേത്രമാണ്, അത് മറക്കരുത്. ഇപ്പോൾ ഒരു 22 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, ബാബരി മസ്ജിദ് എന്താണെന്നറിയില്ല. ഇങ്ങനെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇനി പള്ളി ഉണ്ട് തന്നെ, ചെറിയൊരു നിസ്കാരപ്പള്ളി, ഒരു സ്രാമ്പി അവിടെ നിന്ന് പൊളിച്ചു, ഇതേ ഉള്ളൂ. ഇതിൻ്റെ ചരിത്രം അറിയുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ ചിത്രയുടേതാണെങ്കിലും ഏതാളുകളാണെങ്കിലും ഇത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാവരും ഹിന്ദുക്കളുടെ ഒരു ആശയം രാമക്ഷേത്രം, മുസ്ലിങ്ങൾ അതിനെതിര് എന്ന അവസ്ഥ വന്നു പോകുന്നു. ഒന്നാമത്തെ അത് വരാൻ പാടില്ല. രണ്ട്, ചിത്രയാണെങ്കിലും ആരോടാണെങ്കിലും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആശയങ്ങൾക്ക് അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചരിത്രം മറന്നുകൊണ്ടാവരുത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും അന്യായമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആരെയും ആക്രമിച്ച് അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ശൈലി. നിങ്ങൾ നല്ലതുകൊണ്ട് തടയാൻ, പ്രതിരോധിക്കുക. അല്ലാതെ അങ്ങനെ പ്രതിരോധിച്ചാൽ എന്ത് ചെയ്യും, അവരും ആത്മമിത്രങ്ങളായി മാറും. അതിൻ്റെ ഏറ്റവും വലിയ ഈ ബാബരി മസ്ജിദ് പറയുമ്പോൾ അത് മറന്നു പോകരുത്. കാരണം ഈ ബാബർ എന്ന് പറയുന്നത് മുഗളനാണ്. ഈ മുഗളൻ ആരാ? മുഗളൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ മുഴുവൻ തകർത്ത ആൾക്കാരാണ്, താർത്താരികൾ. അവരാണ് പിന്നെ മുഗളന്മാരായിട്ട് ഇസ്ലാമിൻ്റെ സംരക്ഷകന്മാരായി വന്നത്. ആ ചരിത്രം മറന്നുകൊണ്ടാവരുത് എന്ത് ചെയ്യുന്നത്, ഇത്തരം പ്രതികരണങ്ങൾ നമ്മൾ നടത്തുന്നു. പ്രതികരണങ്ങൾ കൃത്യമായി സംഘപരിവാര ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും. അതെ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, പ്രതികരണങ്ങളിൽ അതായത് ഒന്ന്, ഈ അതിവൈകാരികതയുള്ള അധിക പ്രതികരണങ്ങളും മുസ്ലിം ഐഡികളിൽ നടത്തുന്ന മുസ്ലിങ്ങളല്ല. അതൊന്ന് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൽ തന്നെ ബോംബ് വെക്കും, യോഗി ആദിത്യനാഥിനെ കൊല്ലും. ഇത് വരുന്നത് 3 മുസ്ലിം ചെറുപ്പക്കാരുടെ ഐഡിയിൽ നിന്നാണ്. ഭാഗ്യത്തിനത് പോലീസുകാർ പിടിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ
ഇത് പക്ഷെ എന്താ വെച്ചാൽ പല ആവേശമുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ഇത്തരം ഇത് കാണുമ്പോൾ ഉടനെ ഏറ്റെടുക്കുകയാണ്. വൈകാരിക പ്രതികരണങ്ങൾ. ഈ വൈകാരിക പ്രതികരണങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം പക്ഷത്തു നിന്നല്ല എന്നത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കണം. രണ്ടാമത്തേത്, നമ്മളുടെ പ്രതികരണം എന്തിനോട് മാത്രമായിരിക്കണം? ആശയങ്ങളോടാണ്, ആളുകളോടല്ല, വ്യക്തികളോടല്ല. ഇവിടെ പലപ്പോഴും പ്രതികരണമായി പോകുന്നത് വ്യക്തികളോടാണ്. രണ്ടാമത്തേത്, മതത്തോടുമല്ല. ഇവിടെ ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇതൊന്നും ഹിന്ദു അജണ്ടയല്ല, ഹിന്ദുത്വ അജണ്ടയാണ്. ഈ ഹിന്ദുത്വ എന്നും പറഞ്ഞുകൂടാ. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയാണിത്. അതിനെ എതിർക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം രാമനെ പരിഹസിച്ചാൽ, അല്ലെങ്കിൽ രാമനെ ആരാധിക്കുന്നതിൻ്റെ വിഗ്രഹത്തെ പരിഹസിച്ചാൽ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്തറിയോ? അവൻ ഇസ്ലാമിക ഇതിൽ എതിരാണ് ചെയ്യുന്നത്. കാരണം ഖുർആൻ പറയുന്നുണ്ട്. അതെ, ഖുർആൻ പറയുന്നതാണ് എന്ത്? അന്യമതസ്ഥരുടെ ആരാധനാമൂർത്തികളെ നിങ്ങൾ പരിഹസിക്കരുത് എന്നത്. ഇത് കൃത്യമായിട്ട് മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കണം, മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതും ബാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ അകത്തുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്, ലോകം ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? എന്താ ഉദ്ദേശിച്ചത്? ലോകത്തുള്ള ഈ മറ്റുള്ള രാജ്യങ്ങൾ ഈ ഒരു വിധിയെയും അതേപോലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് സ്വാഭാവികമായും ഈ ഏത് പ്രദേശമാണെങ്കിലും ഒരു വിധിന്യായത്തെ ആരും വായിക്കുമല്ലോ. അപ്പോൾ പരിഹാസ്യല്ലേ ഇത് സാധനം? സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് 100% പരിഹാസ്യമല്ലേ. കാരണം എന്താ? പള്ളി ഏതെങ്കിലും ഒരു ക്ഷേത്രം പൊളിച്ചിട്ട് അല്ല പണിതത്, പള്ളി പൊളിച്ചത് തെറ്റാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് അവിടെ ക്ഷേത്രം പണിതോളൂ എന്ന് പറയുന്നത് പരിഹാസമായിട്ടല്ലേ ലോകം കാണുള്ളൂ. പിന്നെ രണ്ടാമത്തത്, ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ ആദരിക്കപ്പെട്ടത് എന്തുകൊണ്ടറിയോ? ഇന്ന് പലരും വിചാരിക്കുന്നത് ആരൊക്കെയോ ഭരണത്തിൽ കയറിയപ്പോൾ ആദരിക്കപ്പെട്ടു അല്ല. ഇന്ത്യക്കൊരു പൈതൃകമുണ്ട്, 5000-ലേറെ കൊല്ലത്തെ പഴക്കമുള്ളൊരു പൈതൃകമുണ്ട് ഇന്ത്യക്ക്. അത് ഇന്ത്യ ഒരു കാലത്തും ഒരു മതരാഷ്ട്രമായിട്ട് മാറിയിട്ടില്ല. ഹിന്ദുക്കൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്, ഹിന്ദു രാജാക്കന്മാർ, മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്, ജൈനന്മാരും ബുദ്ധന്മാരും ഭരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അവരുടെ രാഷ്ട്രമല്ല ഇന്ത്യ. മുസ്ലിങ്ങൾ ഭരിക്കുമ്പോൾ മന്ത്രിമാരായിട്ട് ഹിന്ദുക്കൾ ഉണ്ടായിട്ടുണ്ട്, ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുമ്പോൾ മുസ്ലിം സേനാധിപന്മാരുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോഴിക്കോട് ടൗണ്, കുഞ്ഞാലി വരക്കാറും സാമൂതിരിയും. അപ്പം ഇത് ഇന്ത്യയുടെ 5000-ലേറെ വർഷമുള്ള പൈതൃകം. ആ പൈതൃകത്തെയാണ് ഇവിടെ തച്ചുടക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകം ഇതിനെ നോക്കിക്കാണുന്നത് വളരെയേറെ പ്രയാസത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പൈതൃകത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരിക്കലും ഇതിനെ അനുകൂലിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇത് ഒരിക്കൽ അമേരിക്ക മോദിക്ക് വിസ നിഷേധിച്ചല്ലോ മുമ്പ്. എന്തായിരുന്നു കാരണം? മതനിരപേക്ഷതക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഒരാൾക്ക് വിസ കൊടുക്കാൻ പറ്റില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകം ഇതിനെ തീർച്ചയായിട്ടും കാണുക ഇന്ത്യയുടെ തകർച്ചയായിട്ടായിരിക്കും. സാംസ്കാരികമായ ഒരു തകർച്ചയാണ്. സാമ്പത്തികമായിട്ട് എന്തായാലും തകർന്നു നിൽക്കുകയാണ്. സാംസ്കാരികമായി ഇന്ത്യ തകരുന്നു എന്നുള്ളത് മാത്രമേ പുറത്തുള്ള ഇതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മുസ്ലിം നേരത്തെ പറഞ്ഞ 20-22 വയസ്സായ പ്രായമായിട്ടുള്ള യുവതലമുറ, ഇനി വരാൻ പോകുന്ന തലമുറ, ഇവർക്ക് ഈ ഒരു ബോധം, ചരിത്രബോധം നൽകേണ്ടതില്ലേ? അതിന് വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഒരു മുസ്ലിം സമൂഹം എന്നുള്ള രീതിയിൽ? ഈ മുസ്ലിം സത്വം എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ജീവിക്കുന്നൊരു രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ പ്രചരണങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികളടക്കം ചെറുപ്പക്കാരടക്കം പഠിച്ചു വെച്ചിരിക്കുന്നതോ മനസ്സിലാക്കിയിട്ടുള്ളതോ ഇന്ത്യ അടുത്ത കാലത്ത് ഇങ്ങനെയൊക്കെ വന്നു ഇതാണ്. എന്നാൽ ഇന്ത്യയാക്കുന്നത് ആരാണ്? അത് മുസ്ലിങ്ങളാണ് എന്നത് ഒരു വസ്തുതയാണല്ലോ. ഇന്ത്യ 500-ലേറെ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നൊരു സ്ഥലത്ത് ഒരു രാഷ്ട്രമായി സൃഷ്ടിക്കുന്ന മുസ്ലിങ്ങളാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ആരംഭിക്കുന്ന 1400-കളിൽ ആരംഭിക്കുന്നുണ്ട്. പോർച്ചുഗീസുകാരനോട് പടപൊരുതിയിട്ടാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. അന്നൊക്കെ ഉള്ളവരാരാ? മുസ്ലിങ്ങളാണ്. ഈ പൈതൃകത്തെ മറന്നുകൊണ്ടാവരുത് നമ്മുടെ രാജ്യത്ത് ഒന്നിലും ഇടപെടുന്നത്. ഇത് നമ്മുടെ കുട്ടികളെ, പുതിയ തലമുറയെ ഈ രാജ്യം എന്താണെന്നും ഈ രാജ്യവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും പഠിപ്പിക്കൽ അനിവാര്യമാണ്. അത് പഠിച്ചിട്ടില്ല എങ്കിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കാലത്ത് ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിച്ചു തരാം. ഈ ഗ്യാൻവാപ്പി പള്ളിയുടെ ഇതിൽ എല്ലാവരും
ചരിത്രക്കാരൊക്കെ പഠിക്കുന്ന എന്തറിയോ, അത് ഔറംഗസീബ് എന്ത് ചെയ്താണ് അവിടെ പള്ളി പണിത്. ഇതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഔറംഗസീബിൻ്റെ ജീവചരിത്രത്തിൽ. ഔറംഗസീബിൻ്റെ ചരിത്രം പേർഷ്യൻ ഭാഷയിലാണ്. അത് 947 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇവിടെ ഒരിക്കലും ഇത് സമാധാനം ഉണ്ടാവരുത് എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യുന്നത്, അത് എഴുതി വെക്കുന്നത്. ഇതിന് വേറൊരു രസം എന്താ പറഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം 1200 തകർക്കപ്പെട്ടിട്ടുണ്ട്. സൂററ്റിലൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അത് 1200 തകർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഔറംഗസീബ് ഇത് പണിയുന്നത് 1500 ശേഷം. അതാണ് രസം. ക്ഷേത്രം പൊളിച്ചിട്ട് ഇത് പക്ഷെ ഇന്നും ചരിത്രമാണ്, ആളുകൾ ചരിത്രമായിട്ട് പഠിക്കുകയാണ്. ഇതേപോലെ ആയിരിക്കും ഭാവിയിൽ ഈ ബാബരി മസ്ജിദിൻ്റെ ചരിത്രവും ഉണ്ടാകുന്നത്. പക്ഷേ കൃത്യമായ ചരിത്രബോധം പുതിയ തലമുറയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് അനിവാര്യമാണ്. അത് ഖുർആനും പ്രോത്സാഹിപ്പിക്കുന്നൊരു സാധനമാണ്. ഖുർആൻ ഏറ്റവും കൂടുതൽ ചരിത്രത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം, ഒരു സമൂഹം ചരിത്രം പഠിക്കാതെ, മുൻകഴിഞ്ഞ സമൂഹത്തെക്കുറിച്ച് പഠിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ബോധ്യം നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കൽ അനിവാര്യമാണ്. അനിവാര്യത്തിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു വിഷയത്തിൽ നമ്മളുടെ നിലപാട് രാമനെ ആരാധിക്കുന്നതിലോ അതോടൊപ്പം തന്നെ ഒരു ക്ഷേത്രം പണിയുന്നതിലോ ഒന്നും വളരെ അത് ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും വിശ്വാസികൾ പറയുന്നില്ല. മറിച്ച് അവിടെ ഒരു അനീതി നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ അനീതിയെ മറച്ചു വെക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിഷ്കളങ്കരായി ആരും വീണു പോകേണ്ടതില്ല, അതിനെ തിരുത്തുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. റേഡിയോ ഇസ്ലാം കാഷ്വൽ ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.